നമസ്കാരം. ഇന്നലത്തെ അപേക്ഷിച്ച് നാട്ടിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കാറ്റത്തും മഴയത്തുമുണ്ടായ നാശനഷ്ടങ്ങളിൽ വലയുകയാണ് ജനങ്ങൾ. മരം കടപുഴകിയും വൈദ്യുതി പോസ്റ്റുകൾ വീണും കടൽക്ഷോഭത്തിലും കാലവർഷക്കാറ്റിലും ദുരിതമത്രയും ഏറ്റുവാങ്ങുന്നത് മലയോര മേഖലകളിലെയും തീരദേശ മേഖലകളിലെയും നിവാസികളാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വീട്ടിൽ കഴിയാനാകാതെ നിൽക്കുന്ന നിസ്സഹായതയാണ് നഗരവാസികൾക്ക് ഉള്ളത്. ഇതിനൊക്കെ പുറമെയാണ് കുഴികൾ നിറഞ്ഞ നിരത്തിലൂടെയുള്ള അപകടയാത്ര. വീടുകൾ തകർന്നും വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയും കൃഷി നശിച്ചും ഉപജീവനം അടഞ്ഞും ജീവൻ പണയം വെച്ച് റോഡിലൂടെ യാത്ര ചെയ്തും വലഞ്ഞ സാമാന്യ ജനത ഇതൊക്കെ ആരോട് പറയാൻ? ദുരിതം നാശം വിതച്ച മേഖലകളിൽ നിന്നുള്ള ജനങ്ങളുടെ ജീവിതമാണ് ഇന്ന് എൻകൗണ്ടറിന്റെ വിഷയം. ഒപ്പം ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടും നമുക്ക് പരിശോധിക്കാം. പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കനത്ത മഴയും കാറ്റും നാശം വിതച്ച മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവരുടെ ആവശ്യങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെയാണ്? ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവർക്ക് ഈ നഷ്ടപരിഹാര തുക കിട്ടുമോ? ആരെയാണ് അതിനെ സമീപിക്കേണ്ടത്? എന്താണ് അതിനുള്ള മാർഗങ്ങൾ? ഏത് തരത്തിലാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് തുടങ്ങി അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ചില വിവരങ്ങളാണ് ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപേ 29-ാം തീയതി വരെ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നതായിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ഇന്ന് അലേർട്ടുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സർക്കാർ തലത്തിലുള്ള ധനസഹായത്തിന്റെ വിവരങ്ങൾ റിനു ശ്രീധർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലൊക്കെ. അതിലൊക്കെ ഇന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് നോക്കുമ്പോൾ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഓറഞ്ച് അലേർട്ടാണ്. മാത്രമല്ല പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുകയാണ്. നാളെയും ഇതുതന്നെയായിരിക്കുമോ സാഹചര്യം? വടക്കൻ മധ്യ കേരളത്തിൽ മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഈ കാര്യത്തിൽ വന്നിരിക്കുന്നത്? നാളെ വിവിധ ജില്ലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മഴയുടെ തോത് സംബന്ധിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകാനുള്ളത്? ജി.കെ, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാകട്ടെ കാര്യമായ മഴ അങ്ങനെ കാര്യമായ മഴ പെയ്യുന്നില്ല. പക്ഷേ മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട് താനും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം ഈ മലയോര മേഖലകളിലും വടക്കൻ കേരളത്തിലും അത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. അപ്പോഴും ജി.കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്ത ഇടങ്ങളാണ് ഇടുക്കിയും അതുപോലെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് പോലുള്ള ജില്ലകളിലൊക്കെ. 200 മില്ലിമീറ്ററിന് മുകളിൽ, അതായത് 20 സെന്റിമീറ്ററിന് മുകളിൽ മഴയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ പല ഇടങ്ങളിലും, ഇടുക്കിയിലെ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത ഈ 3 ജില്ലകളിലും തുടരണം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തുടരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ആ തരത്തിലെ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുമാത്രമല്ല, മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ മുതൽ ഈ മഴയുടെ ഒരു ട്രാക്ക് മാറുകയാണ്. അതായത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ എന്ന നിലയിലേക്ക്, വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴ എന്ന നിലയിലേക്ക് നാളെ മുതൽ അടുത്ത 3 ദിവസം ആ മഴയുടെ ട്രാക്ക് അങ്ങനെ മാറുകയാണ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റന്നാളാകട്ടെ
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയുമൊക്കെ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ കാര്യമായ മഴയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഈ ശക്തമായ കാറ്റ് മൂലം മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ കർശനമായ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GK, ഇതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് തീവ്ര ന്യൂനമർദ്ദമായി, അത് വെൽ മാർക്ക് ഡിപ്രഷനായി അത് മാറി. അതിപ്പോൾ വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലാണ് ആ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അത് അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി അതിന്റെ ശക്തി കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിന്റെ പ്രഭാവത്താൽ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഇത്ര കണ്ടു മഴ കനക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലക്സ്, കാണുന്നത്. ഈ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജില്ലകളുടെ കാര്യം ഇപ്പോൾ അലക്സ് പറഞ്ഞല്ലോ. അവിടെ അതിതീവ്ര മഴ, അതായത് വെരി ഹെവി റെയിൻഫാൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന മഴയ്ക്കാണോ സാധ്യത പറയുന്നത് കാലാവസ്ഥാ പ്രവചനത്തിൽ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? മാത്രമല്ല, നദീതീരങ്ങളിൽ കഴിയുന്നവർക്ക് പ്രത്യേകം ഒരു മുൻകരുതൽ ആവശ്യമായിട്ടുണ്ടോ? ഈ പലയിടങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ അണക്കെട്ടുകൾ അതിന്റെ ജലനിരപ്പ് ഉയരുന്നത് നമ്മൾ കണ്ടു. കല്ലാർകുട്ടിയിലും പൊന്മുടി, പാമ്പ്ള, മലങ്കര അണക്കെട്ടുകളൊക്കെ തന്നെ വെള്ളം തുറന്നു വിടുന്നുണ്ട്. അവിടുന്ന് ആ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേകമായ കരുതൽ ആവശ്യമായിട്ടുണ്ടോ? ഒരു വെരി ഹെവി റെയിൻഫാൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 115 മുതൽ ഒരു 204 mm വരെ മഴ 24 മണിക്കൂർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ കണക്ക്, അലക്സ്. GK, തീർച്ചയായും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട്. അതായത് ഇന്നലെ രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ 8:30 വരെയുള്ള 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ തോതാണ്. അത് ഇടുക്കി ജില്ലയിൽ പെയ്ത മഴയുടെ തോത് ഇങ്ങനെയാണ്. വാഗപുര ടോപ്പ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ 259 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. വാഗുവര ലോവറിലാവട്ടെ 231 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കാപ്പിക്കളം എന്ന സ്റ്റേഷനിലാകട്ടെ 228 മില്ലിമീറ്റർ മഴ. ബാണാസുര കൺട്രോൾ ഷാഫ്റ്റിലാണെങ്കിൽ 210.4 മില്ലിമീറ്റർ മഴ. ഇടുക്കിയിലെ തന്നെ ലക്ഷ്മി വെസ്റ്റിൽ 203 മില്ലിമീറ്റർ മഴ. തിരുനെല്ലിയിൽ 198 മില്ലിമീറ്റർ മഴ. ലക്ഷ്മി എസ്റ്റേറ്റിൽ 194 മില്ലിമീറ്റർ മഴ. വാഗപുര നാവലിൽ 191 മില്ലിമീറ്റർ മഴ. അതായത് അതിതീവ്ര മഴ ഈ ഇടുക്കിയിലെയും വയനാട്ടിലെയും പല പ്രദേശങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ കണ്ണൂരിലെയും കാസർഗോഡിലെയും ഈ വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ആ ജാഗ്രത, റെഡ് അലേർട്ടിന് സമാനമായി ആ ജാഗ്രത തുടരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അത് അങ്ങനെ തന്നെ ഈ മണിക്കൂറിലും അല്ലെങ്കിൽ ഇന്ന് രാത്രിയും അതുപോലെ നാളെയും ആ ജാഗ്രത അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. ഇതിൽ റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റി റവന്യൂ വകുപ്പും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വടക്കൻ കേരളത്തിലും ഒപ്പം ഇത്തരം മലയോര ജില്ലകളിലും നേരത്തെ തന്നെ മുന്നറിയിപ്പ്, റെഡ് അലേർട്ടിന് സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ട് ആ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും, അവിടെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത തുടരണം. കാരണം ഇന്നലെ ഇടുക്കിയിലടക്കം ഗ്യാപ് റോഡിലടക്കം മണ്ണിടിഞ്ഞ് വീഴുന്നത് പോലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ ആ മേഖലകളിൽ പലയിടങ്ങളിലുമുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് GK പ്രധാനപ്പെട്ട കാര്യം. ശരി അലക്സ്, ഏതായാലും അലക്സ് പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകളും ജാഗ്രതയും തുടരണം. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട നദീതീരങ്ങളിൽ കഴിയുന്നവർ, കടൽ തീരങ്ങളിൽ കഴിയുന്നവർ, മലയോര മേഖലയിൽ കഴിയുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ എടുക്കേണ്ടതുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മെയ് 24 മുതൽ പെയ്തു തുടങ്ങിയ മഴ, അത് തുടർന്ന് അങ്ങോട്ട് ഈ മെയ് 24 മുതൽ തുടർന്ന മഴയിൽ പല സമയങ്ങളിലായിട്ട് പെയ്ത മഴ, അതിൽ വലിയ നാശനഷ്ടങ്ങൾ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസം പെയ്ത ശക്തമായ മഴയിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകൾ തകർന്നു, ഭിത്തികൾ തകർന്നു വീണിരിക്കുന്നു, വലിയ മരങ്ങൾ വീണുണ്ടായിട്ടുള്ള കേടുപാടുകൾ, അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം, വീടുകൾക്കുണ്ടായിട്ടുള്ള ഉപജീവന മാർഗം തടസ്സപ്പെടുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നാട്ടുകാർ നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവരുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കി ഇവർക്ക് വേണ്ട ധനസഹായം വിതരണം ചെയ്യേണ്ടത്. അതിന്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ ഇതുവരെ നൽകിയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന ധനസഹായമല്ല, കൂടുതൽ ധനസഹായം വേണം എന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെക്കാൻ നാട്ടുകാർ
ഒരുങ്ങുന്നുമുണ്ട്. സർക്കാർ തലത്തിൽ നൽകുന്ന ധനസഹായം എങ്ങനെയാണ്, അതിനെന്തൊക്കെയാണ് ഈ നഷ്ടം ബാധിച്ചവർ ചെയ്യേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. റിനു ശ്രീധർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനു, അതിശക്തമായ കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലുമൊക്കെ കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങൾ. പലർക്കും വീടുകൾ തകർന്നു പോവുക, വീടിൻ്റെ വലിയൊരു ഭാഗത്ത് കേടുപാടുകൾ സംഭവിക്കുക, വാഹനങ്ങൾ നശിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ ഇല്ലാതാകുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ആളുകൾ നേരിടുന്നുണ്ട്. ഇത് എന്ത് സംവിധാനമാണ് ഇവർക്കുള്ള നഷ്ടപരിഹാര ധനം നൽകാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്? കാരണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേണമെങ്കിൽ ഇവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്താണ് ഇതിനുള്ള പ്രൊസീജിയർ? നാശനഷ്ടങ്ങൾ എത്രയുണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു കണക്ക് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ, റവന്യൂ വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ റിനു? ജി.കെ, പ്രധാനമായും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്. കൃഷിനാശവും അതുപോലെ തന്നെ വീടുകൾ നഷ്ടപ്പെട്ടതടക്കം മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തന്നെ തകരുന്ന സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് പൊതുജനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും ഉണ്ടാകുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാർ, നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ നഷ്ടപരിഹാരം പോലും ഇത്തവണ അല്ലെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോഴും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ മഴക്കെടുതി മൂലം ഏതെങ്കിലും സാഹചര്യത്തിൽ നാശനഷ്ടം ഉണ്ടായാൽ അത് ഏതെല്ലാം തരത്തിലാണ് ജനങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ടോൾ ഫ്രീ നമ്പറുകൾ അടക്കം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്, അതിൽ വിളിച്ചറിയിക്കാം അടിയന്തര സഹായത്തിന് വേണ്ടി. അതിനപ്പുറം ധനസഹായത്തിന് വേണ്ടി വില്ലേജ് മുഖാന്തരവുമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വില്ലേജ് മുഖാന്തരം വീടുകൾ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ 50% നാശനഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർക്ക് പരാതിയായി നൽകാം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ എത്തി പരിശോധിച്ചതിന് ശേഷം പഞ്ചായത്ത് തലത്തിൽ ഈ AEയോട് റിപ്പോർട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് നൽകിയതിനു ശേഷം അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിലോ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഓരോ എത്ര ശതമാനമാണ് നാശനഷ്ടം ഉണ്ടായത് അതനുസരിച്ച് ഓരോ തരത്തിലാണ് ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത്, ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിലടക്കം. ഈ ജില്ലാ ഭരണകൂടമാണ് സ്വാഭാവികമായും ഈ ധനസഹായം ഉൾപ്പെടെ നൽകേണ്ടത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ധനസഹായം പോലും നൽകിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കൃഷി വകുപ്പാണ് കാർഷിക വിളകൾ നാശനഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കെടുക്കുകയും കൃഷി വകുപ്പാണ് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടത്. കാർഷിക വകുപ്പും അല്ലെങ്കിൽ കൃഷി വകുപ്പും നിലവിൽ കഴിഞ്ഞ വർഷത്തെ അടക്കം നഷ്ടപരിഹാരങ്ങൾ നൽകാനുണ്ട് എന്നുള്ള ആക്ഷേപം നിലവിൽ ഉയരുന്ന പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളാണ് സാധാരണ നിലയിൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ധന ഇടപാടുകൾക്ക് തടസ്സം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടുണ്ട്, അതായത് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് അവരുടെ വീടുകൾ തകർന്നൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ പരാതിപ്പെടുകയും അപേക്ഷ നൽകുകയും പിന്നെ അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തിയ ശേഷം അവർക്ക് വേണ്ട സഹായ ധനം വിതരണം ചെയ്യുകയും, ഇതാണല്ലോ അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇത് തടസ്സപ്പെടുകയാണോ നിരന്തരമായി? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഈ സഹായധനം നൽകിയിട്ടില്ല എന്ന പരാതിയാണോ നാട്ടുകാർക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? ജി.കെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് അടക്കം ജില്ലാ ഭരണകൂടം വഴിയാണ് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ പൊതുജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യമായി നൽകുന്ന സഹായങ്ങളാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാര്യം വർഷങ്ങളായിട്ടുള്ള ധനസഹായം മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടത്തിന് നൽകാനുണ്ട് എന്നുള്ളതാണ് വിവിധ MLA-മാരടക്കം പരാതിയായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടക്കം പൊതു ഇടങ്ങളിലെ ഈ നാശനഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളവ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഏറെക്കുറെ പ്രയോജനപ്പെടുന്നത്. കാരണം റോഡുകളോ പാലങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞാൽ നേരിട്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ വഴിയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ വില്ലേജ് തലത്തിൽ നിന്ന് റിപ്പോർട്ട് നൽകിയതിനു ശേഷവും വർഷങ്ങളായിട്ടും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. MLA-മാരടക്കം റവന്യൂ വകുപ്പിനെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരു MLA-യുമായി സംസാരിക്കുമ്പോൾ
പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കയറി ഇറങ്ങിയിട്ടും ഫണ്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ തലത്തിൽ നിന്ന് പറയുന്നത് അതിന്റെ നൂലാമാലകൾ വിവിധ ഘട്ടങ്ങളായി കടന്നു വരേണ്ടതായിട്ടുണ്ട്, വിവിധ ഫയലുകളായി അത് മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങളാണ് ഇതിന് കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു വീട് സാധാരണഗതിയിൽ മരം വീണ് ഒരു വീടിന്റെ വശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ നാശനഷ്ടമോ ആണെങ്കിൽ ഒരു കാരണവശാലും ഇതിൽ ഒരു ആനുകൂല്യം ലഭിക്കില്ല. വീടിന്റെ 50% കൂടുതൽ നാശനഷ്ടം സംഭവിച്ചെങ്കിൽ മാത്രമേ വില്ലേജിൽ പരാതി നൽകുകയും തുടർന്ന് വില്ലേജ് ഓഫീസർ നേരിട്ടെത്തി അത് പരിശോധിക്കുകയും ചെയ്യുകയുള്ളൂ. കൃഷി ആണെങ്കിൽ കൃഷി ഓഫീസർ. ഇടുക്കിയിലാണ് ഏറ്റവും അധികം, ഏകദേശം 4 കോടി രൂപയുടെ കൃഷിനാശം ഇതിനോടകം തന്നെ വന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷത്തെ കൃഷിനാശത്തിനുള്ള കാശ് പോലും അല്ലെങ്കിൽ പണം പോലും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഓരോ കർഷകർക്കും, കാരണം ഈ ഇടുക്കി മേഖലകളിലടക്കം കർഷകരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. അത് വെള്ളപ്പൊക്കം കാരണം അല്ലെങ്കിൽ മഴക്കെടുതി കാരണം നാശനഷ്ടമായി പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് പോലും ഉണ്ടാകും എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ പോലും അവർക്ക് അടിയന്തര സഹായമായി ലഭിക്കേണ്ടുന്ന സഹായങ്ങൾ പോലും, കാരണം ഈ മഴക്കെടുതി ഉണ്ടാകുമ്പോൾ അടിയന്തര സഹായമുണ്ട്, പിന്നീട് മറ്റ് സഹായങ്ങളുണ്ട്, പക്ഷേ അടിയന്തര സഹായം പോലും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ്. ഏതായാലും ജനങ്ങൾക്ക് ഈ തരത്തിലുള്ള പലതരത്തിലുള്ള പരാതികളുണ്ട്, അവർക്ക് ആശങ്കയുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ആരാണ് കേൾക്കാൻ പോകുന്നത്, എന്താണ് പരിഹാരം എന്ന കാര്യത്തിലുള്ള അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. അതിഥികളായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ കൃഷി വകുപ്പ് മന്ത്രി CPI-യിലെ ശ്രീ VS സുനിൽകുമാർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P. നായർ എന്നിവരാണ്. ഞാൻ ശ്രീ VS സുനിൽകുമാറിലേക്ക് ആദ്യം പോട്ടെ. ശ്രീ VS സുനിൽകുമാർ, ഈ കാർഷിക മേഖലയിലെ തകർച്ച, അതോടൊപ്പം തന്നെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ മഴക്കെടുതികൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് പറയാം വലിയ മഴയാണ്, പ്രശ്നമാണ്, പുറത്തെങ്കിൽ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വലിയ മരങ്ങൾ വീണ് വീടുകൾ നശിക്കുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ കോട്ടയത്ത് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഏതാണ്ട് 172 വീടുകൾ, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വീടുകളാണ് ഈ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ നശിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ കണക്കാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരു അടിയന്തര ധനസഹായവും അതിനുശേഷം ഈ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹായവും ഒക്കെ കിട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ തുക കൂട്ടണമെന്നൊക്കെയുള്ള ആവശ്യമാണ്. കഴിഞ്ഞ വർഷം നൽകേണ്ട തുക പോലും ഇപ്പോഴും നൽകിയിട്ടില്ല എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം ഇതുപോലുള്ള പ്രതിസന്ധികളിൽ സർക്കാരിൻ്റെ സഹായത്തിന് അർഹരാകുന്നത്? അവരെങ്ങനെയാണ് സർക്കാരിനെ സമീപിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇതിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നത്? ശ്രീ VS സുനിൽകുമാർ. സാധാരണ നിലയിൽ ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ അടിയന്തരമായി അവർക്ക് വേണ്ട ഒരു പുനരധിവാസ പ്രവർത്തനം, അതായത് ഇപ്പോൾ വീട് വെള്ളം കയറി താമസയോഗ്യമല്ലാതായി മാറുക, അല്ലെങ്കിൽ വീട് തകർന്നു പോവുക, ഗുരുതരമായ രീതിയിലുള്ള വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സർവ്വ തരത്തിലുള്ള സഹായങ്ങളും കൊടുക്കാനുള്ള സംവിധാനങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നൽകാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ വളരെ സുശക്തമാണ്. അതോടൊപ്പം കൃഷിനാശം സംഭവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും ദുരിതപൂർണമായ സംഗതി ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഡിസാസ്റ്റർ നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ആണ് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമപ്രകാരം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നേരിട്ട്, അത് സംസ്ഥാന സർക്കാർ വഴിയാണ് ചെയ്യുന്നത്. ആ നിയമപ്രകാരമുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിടുന്ന ഒരു പ്രശ്നം അയാൾ വിള നശിക്കുക എന്നുള്ളതാണ്. വിള നശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെൻറ്റുകൾ ബാധ്യസ്ഥമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊലച്ച വാഴ നശിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന തുക 5 രൂപ 20 പൈസയാണ്. ഒരു തെങ്ങ് നശിച്ചാൽ കൊടുക്കുന്ന തുക 100 രൂപയാണ്. അതിനപ്പുറത്തുള്ള തുക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ് 5 രൂപ 20 പൈസ എന്നുള്ളത് അത് 100 രൂപയാക്കി ബാക്കി 96 രൂപ 80 പൈസ സംസ്ഥാന ഗവൺമെൻറ് വഹിക്കുന്ന ഒരു നിലപാട് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ് കേന്ദ്ര ഗവൺമെൻറ് അത് 5 രൂപ 20 പൈസയാക്കി കുറച്ചപ്പോൾ അന്ന് അന്നത്തെ ഗവൺമെൻറ് 100 രൂപയാക്കി അത് അങ്ങനെ നിലനിർത്തുകയാണ് ഉണ്ടായത്. അത് സംസ്ഥാനത്തിൻ്റെ അഡീഷണൽ ബാധ്യതയാക്കിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ 100 രൂപ എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം നൽകുന്ന 5 രൂപ 20 പൈസയാണ്. ഒരു തെങ്ങ് പോയാൽ 100 രൂപ. ഒരു വീട് നശിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ തുക വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, 1 ലക്ഷം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ വിളകളെ സംബന്ധിച്ചും വീട് നശിക്കുമ്പോഴാണെങ്കിലും ഭാഗികമായി നശിക്കുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് അനുവദിക്കുന്ന തുകയാണെങ്കിൽ പോലും വളരെ നിസ്സാരമായ തുകയാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ വഴി ലഭ്യമാകുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടത് നമുക്കറിയാം. ഇപ്പോൾ ഒരു റോഡ് നശിച്ചു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റോഡ് കിട്ടുന്ന 70,000 രൂപയാണ്.
ഒരു പാലം പോയി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. ശ്രീ വി. ഇതൊന്നും ശിവകുമാർ, നമ്മുടെ ഞാൻ ഡിസാസ്റ്റേഴ്സുമായി ഇടപെട്ടോട്ടെ. ബന്ധപ്പെട്ട് അതായത് വരുന്ന ഇപ്പോൾ ഞാൻ ഈ റിവൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആൻഡ് നോംസ് ഓഫ് അസിസ്റ്റൻസ് ഫ്രം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് NDRF, ഇത് രണ്ടിൻ്റെയും ഒരു കണക്ക് നോക്കുമ്പോൾ പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് ഇപ്പോൾ നൽകുന്നത്, അതായത് പൂർണ്ണമായി തകർന്ന നല്ല നിലയിലുള്ള ഒരു വീടാണെങ്കിൽ 1,20,000 രൂപയാണ്. ഇപ്പോ 2.5 ലക്ഷം രൂപയ്ക്ക് ഇല്ല 1,20,000 രൂപയാണ്. ഇപ്പൊ 2.20 ആക്കി, ഇപ്പൊ വർദ്ധിപ്പിച്ചാണ്. ആക്കിയിട്ടുണ്ടോ? ഇത് ഇത് 1.20 ആണോ? അതെ, 1.20 ആണ്. മാത്രമല്ല പാർഷ്യലി ഡാമേജിനാണെങ്കിൽ 65,000 രൂപ. 65,000 രൂപ. അപ്പോൾ ഇത് ഒരു സഫീഷ്യന്റ് എമൗണ്ട് അല്ല എന്നതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന പരാതി. മാത്രമല്ല ഇത് കിട്ടുന്നുമില്ല, പലർക്കും കിട്ടുന്നില്ല, പലർക്കും കാലതാമസം ഉണ്ടാകുന്നു. ശരിയല്ലേ? അല്ല, അത് പ്രധാനമായിട്ടും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് നൽകുന്നതിന് ഒട്ടനവധി നൂലാമാലകൾ പ്രൊസീജിയറിലൂടെ കടന്നുപോയിക്കൊണ്ട് മാത്രമേ ആ പണം കൊടുക്കാൻ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുള്ളൂ. അത് പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നൊരു ഫണ്ടാണ്. ആ കൈകാര്യം ചെയ്യുന്ന ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം അത് കൈകാര്യം ചെയ്യാൻ ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുക്കാറില്ല. അതിന് കൃത്യമായ റിപ്പോർട്ടുകളും ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രൊസീജിയർ കൈകാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഫണ്ട് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാലതാമസം സ്വാഭാവികമായിട്ട് നേരിടും. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന കാലതാമസം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാലതാമസങ്ങൾ വരുന്നത് കൊണ്ട് പലപ്പോഴും ഈ ദുരന്തബാധിതരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന തുച്ഛമായ തുക പോലും കൃത്യസമയത്ത് കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഏത് ഗവൺമെൻറ് കാലത്തും അത് ഏറെയും കുറഞ്ഞുണ്ടായിട്ടുള്ള സത്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറയാനോ ഒരു ഗവൺമെൻറ് ഏറ്റവും മികച്ചവല്ലെന്ന് പറയാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, ഒരു വസ്തുതയാണ്. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ട കാര്യമാണ്. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും പെട്ടെന്നുണ്ടാകുന്ന ദുരന്ത സമയത്ത് പെട്ടെന്ന് ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ, വേണ്ടി വന്നാൽ അത്യാവശ്യം വസ്ത്രങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ ഡിസാസ്റ്റർ വഴി പെട്ടെന്ന് ചിലവഴിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത് ചിലവഴിക്കുന്നതിന് അധികം തടസ്സം ഉണ്ടാവാറില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ വീട് വീണതാണെങ്കിൽ ആ വീട് വീണതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള അതിൻ്റെ അസസ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ സാധാരണ നിലയിൽ ആ ഫണ്ട് നമുക്ക് അലോട്ട്മെൻറ്റായിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ കാലതാമസം നേരിടേണ്ടി വരുന്നതിനുണ്ടാകുന്ന പ്രശ്നം. അവിടെയാണ് പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യം, പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നമ്മൾ ജനങ്ങളിൽ നിന്നും പണം പിരിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നും പലപ്പോഴും സഹായങ്ങൾ നേടേണ്ടി വരുന്നതും ചെയ്യേണ്ടി വരുന്നത് കേന്ദ്രം നൽകുന്ന പൈസ തുച്ഛമായതുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വളരെ അതിൻ്റെ കൃത്യമായ മാനദണ്ഡം അനുസരിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് താമസം കൂടാതെ പണം എത്തിക്കുക, മറ്റ് സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് കരണീയമായ മാർഗം. ഞാൻ മനസ്സിലാക്കുന്നു 2016 മുതൽ 2021 വരെയുള്ള ഗവൺമെൻറ് കാലത്താണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. 2016 ഡ്രോട്ട്, 2017 ഓക്കി, അതിനുശേഷം 18 പിന്നെ മഹാപ്രളയം, 19 പ്രളയം, 20 കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഡിസാസ്റ്ററുകൾ, നാഷണൽ ഡിസാസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ അതിൽ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളെന്ന നിലയിൽ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോഴാണെങ്കിലും ഗവൺമെൻറ് എന്ന നിലയിൽ ആത്മാർത്ഥമായ നിലയിൽ പരിശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് അധികം താമസം കൂടാതെ പണം എത്തിക്കാനും സഹായം നൽകാനും ഗവൺമെൻറ് പരിശ്രമിച്ചു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇതിന് വേണ്ട ഒരു കാര്യം ഈ കേന്ദ്ര നിയമത്തിൽ വരുത്തേണ്ട മാറ്റമാണ്. കാരണം കേന്ദ്ര ഡിസാസ്റ്റർ നിയമപ്രകാരമാണ് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പണം അനുവദിക്കുന്നതിന് പ്രത്യേക ഫണ്ടിലൂടെയാണ്. അവർ നൽകുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ അവിടെയുള്ള കുടിലുകൾ നശിച്ചു പോകുമ്പോൾ അവർക്ക് കുടിൽ കെട്ടാൻ വേണ്ടി കാശ് കൊടുക്കുന്നത് പോലെയുള്ള മാനദണ്ഡങ്ങളും, അതുപോലെ കൃഷി നശിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു കണക്കാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കൃഷി നശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് തിരിച്ച് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണമെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ ഒരിക്കലും ലഭ്യമാകാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒരു ഹെക്ടർ നെൽകൃഷി നശിച്ചാൽ 13,500 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് അനുവദിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് ഒരു ഹെക്ടർ നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടി തന്നെ വരുന്ന ചിലവ് ഏകദേശം 60,000-ൽ മേലെ തുക ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെക്ടർ നെൽകൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലുണ്ടാകുന്ന ഈൽഡ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടാകുന്ന ഒരു കൃഷിക്കാരന് 13,500 രൂപ കൊടുത്താൽ അവർ നഷ്ടം പരിഹരിക്കാൻ കഴിയുന്നതാണോ?
അപ്പോൾ ഒരു ഡിസാസ്റ്റർസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വാഴക്കൃഷി ചെയ്യുന്നൊരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്കറിയാം, ഒരു വാഴക്കന്ന് നല്ല കിട്ടണമെങ്കിൽ പോലും നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 25, 30, 40 രൂപ കൊടുത്ത് വാഴക്കന്ന്, 50 രൂപ വരെ വാഴക്കന്നിന് വേണ്ടി വരുന്ന അത് വെറൈറ്റി അനുസരിച്ചാണ് വേണ്ടി വരുന്ന ഒരു കൃഷി രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതിന് വേണ്ടി വരുന്ന പരിപാലനങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വാഴ നശിച്ചാൽ ഒരു കൃഷിക്കാരന് ഉണ്ടാകുന്ന നഷ്ടം 500, 600 രൂപ നഷ്ടം വരുമ്പോൾ ആ കൃഷിക്കാരന് കിട്ടുന്ന തുക ഇതാണ്. പിന്നെ വരുന്നത് ഇൻഷുറൻസ് ആണ്. പലവരും ഇൻഷുറൻസ്, കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് നടത്തുന്ന ഇൻഷുറൻസ് സംവിധാനങ്ങളുണ്ട്. ആ ഇൻഷുറൻസിലൂടെ കിട്ടണമെങ്കിലും ഒരുപാട് റിപ്പോർട്ടുകൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നാച്ചുറൽ കലാമിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ തന്നെ സംവിധാനങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 100 രൂപ ഉണ്ടായ നഷ്ടപരിഹാരം പിന്നെ വാഴയ്ക്ക് 350 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻഷുറൻസും കേന്ദ്ര ഗവൺമെന്റ് ഇൻഷുറൻസും ഒരുപോലെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവ് കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ള പല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം കർഷകരുടെ പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ സാധാരണ ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ നഗരപ്രദേശത്താണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകളുടെ വീടുകളിൽ വെള്ളം കയറി അതിലെ സാധന സാമഗ്രികൾ നശിക്കുന്നു, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, പുറത്ത് വാഹനങ്ങളുണ്ടെങ്കിൽ അത് നശിക്കുന്നു, എവിടെയും പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ വീടുകൾ ഭാഗികമായി തകർന്ന അല്ലെങ്കിൽ പൂർണ്ണമായി തകർന്ന ആളുകൾ അവരെന്ത് ചെയ്യണമെന്നറിയില്ല. കടൽക്ഷോഭം സംബന്ധിച്ച കാര്യങ്ങളിൽ കടൽ ഭിത്തി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടലിലിറങ്ങിയ സമരം ചെയ്തൊരു ജനത എറണാകുളത്തിൻ്റെ തീരപ്രദേശങ്ങളിലുണ്ട്. അവരുടെ ദുരിതം, അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രതിസന്ധി, ഇങ്ങനെ തുടങ്ങി ഈ അരികിൽ കഴിയുന്നവർ അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ അനേകം വേറെയുണ്ട്. ഞാൻ ശ്രീ രാജു പി നായർ, ഇത് ഈ ദുരിതാശ്വാസ സഹായം ലഭിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വീടുകളും തൊഴിൽ മാർഗങ്ങളുമൊക്കെ ഇല്ലാതാകുമ്പോൾ, അത് അടഞ്ഞു പോകുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവർ ആരെ സമീപിക്കണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കുള്ളൊരു സംശയം, എപ്പോൾ പൈസ കിട്ടുമെന്ന കാര്യത്തിൽ ഉള്ള ഒരു സന്ദിഗ്ധാവസ്ഥ, ഇതൊക്കെ ഈ നൂലാമാലകളൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയും? ഇപ്പം നമ്മളിപ്പോൾ വളരെ വികസിതമായ രാജ്യങ്ങളിൽ ഇതിനേക്കാൾ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ട മുൻകരുതലുകൾ അവരെടുക്കാറുണ്ട്. ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിലേക്ക് അവർ ശ്രദ്ധ പതിയാറുണ്ട്. ഇവിടെ മരം വീണ ആളുകൾ മരിക്കുന്നു, മരം വീണ് വീടുകൾ തകർന്ന് വീഴുന്നു, ലൈൻ പൊട്ടി വൈദ്യുതി കമ്പി നിലത്ത് വീണ് അതിൽ തട്ടി ഷോക്കേറ്റ ആളുകൾ മരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇക്കാലത്തും നടക്കുന്നതാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ. ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക? ജനങ്ങൾ കൂടുതൽ ദുരിതാശ്വാസ സഹായമായി കൂടുതൽ പണം വേണം എന്നത് അവരുടെ ഒരു ന്യായമായ ആവശ്യമല്ലേ? എവിടുന്ന് കൊടുക്കും? ആര് കൊടുക്കും? അല്ല, തീർച്ചയായിട്ടും ദുരിതാശ്വാസം അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ദുരിതത്തിൽ ബാധിതരായിട്ടുള്ളവർക്ക് സംബന്ധിച്ചുള്ളവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ കലാമിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഇതിന് സിസ്റ്റമാണ് ഉത്തരവാദിത്വം. നമ്മുടെ സർക്കാരിനാണ് അതിന് ഉത്തരവാദിത്വം. അത് ദൗർഭാഗ്യവശാൽ അവർ ആ കെടുതിയിൽ അനുഭവിക്കുന്ന ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി അതിന് നഷ്ടപരിഹാരം കിട്ടേണ്ട സാഹചര്യം മാറുന്നു എന്നുള്ളത്. അതിന് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വലിയൊരു രാഷ്ട്രീയമൊന്നും അതിനകത്തേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ വലിയ തകരാറുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളൊക്കെ ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം സംബന്ധിച്ച് അവർക്ക് ഒരു എന്താണ് അവർക്ക് ഉണ്ടായത് എന്നുള്ളതിനൊരു റിപ്പോർട്ടും ആ റിപ്പോർട്ടുമേലുള്ള നടപടിയൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ഇതിനകത്തുള്ള നോക്കുമായിരുന്നു. 2019 കണക്കാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദുരന്തം ഇപ്പം ഞങ്ങൾ തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ പോയി അവിടെ കാണുന്നതാണ്. അപ്പം നിരന്തരമായിട്ട് ചില ഒരു പ്രോൺ ഏരിയകളിൽ എല്ലാ വർഷവും ചിലപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. അപ്പം ഞാനൊരു വീട്ടിൽ ചേർന്നപ്പോഴത്തേക്ക് മരം വീണ് വീട് തകർന്നു പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതുണ്ടായതിനു ശേഷം പലിശയ്ക്ക് പൈസ എടുത്ത് പണിത് തീർത്തിട്ട് 2 ആഴ്ചയായുള്ളൂ, അപ്പോഴാണ് അത് അടുത്ത പ്രാവശ്യം വീണിരിക്കുക. അപ്പോൾ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പൈസ പലിശക്കെടുത്ത് വരെ ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിൽ വലിയൊരു വീഴ്ച സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ എയുടെ കാലഘട്ടത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ സേവനങ്ങൾ അത് ഏറ്റവും അർഹിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂലാമാലകൾ, ആ റെഡ് ടേപ്പിസം ഒഴിവാക്കി അത് അവിടെ എത്തിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ട്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഇപ്പം ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ലെങ്കിൽ ഒരു വസ്തുതയാണ്. നോക്കൂ, നമ്മുടെ കയ്യിൽ പണം കടന്നിട്ട് പോലും വയനാട് ദുരന്ത ബാധിതർക്ക് ഇപ്പോഴും
1 വർഷത്തിന് ശേഷവും ദുരന്തത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വാടക കിട്ടാത്തവരുണ്ട്, ദിവസവേതനം പറഞ്ഞത് കിട്ടാത്തവരുണ്ട്, ചികിത്സയ്ക്ക് പണം ലഭിക്കാത്തവരുണ്ട്. ഇവരെല്ലാം വീണ്ടും അവർ പണം കണ്ടെത്തി ഒരുപക്ഷെ വട്ടിപ്പലിശയ്ക്ക് പണം എടുത്ത് വീണ്ടും ദുരന്തത്തിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമുണ്ട്. എന്തിനാണ് നമ്മൾ ഇതിനും മാത്രം ഇത് വലിച്ചു നീട്ടേണ്ട കാര്യം? ഇപ്പം വീട് ശരി, അവിടെ സ്ഥലത്തെ സംബന്ധിച്ച പല വിഷയങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങളുണ്ടല്ലോ, സർവീസുകളുണ്ട്, അത് കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മരണപ്പെടുന്നവർക്ക് അവിടെ കൊടുക്കേണ്ട സഹായം കൊടുക്കുന്നില്ല, കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി മറ്റൊരു വശമുള്ളത് വെച്ചാൽ നമ്മളുടെ പ്രിപ്പയർനെസ് എവിടെ വരെയാന്നുള്ളതാണ്. നമ്മൾ കാലത്തിനടുത്ത് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദുരന്തത്തിന് നേരിടുന്നതിനുള്ള പ്രിപ്പയർനെസ്സിൽ നമുക്ക് പുതുമ കൊണ്ടുവരാൻ പറ്റിയിട്ടോ ഇല്ല. ഞാനൊരു 5 വർഷം മുമ്പ് ജനപ്രതിയായിരുന്നപ്പോൾ കണ്ടിരുന്ന പോലെ തന്നെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് പേരിനൊരു മീറ്റിംഗ് വിളിക്കും. ആ യോഗത്തിൽ വെച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ KSEBയുടെ ടച്ചിങ്സ് ഒഴിവാക്കാൻ പറയും, അല്ലെങ്കിൽ കാണ ക്ലീൻ ചെയ്യണ കാര്യം പറയും. അങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നല്ലാതെ ഈ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് സമീപകാലത്തുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ച് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ നിലമ്പൂർ പാവപ്പെട്ട ആ കുട്ടിയുടെ മരണം, അനന്തുവിൻ്റെ മരണമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സ്കൂളിൽ ഉണ്ടായ മരണമാണെങ്കിലും ഇതൊക്കെ ഇവരെ അറിയിച്ചിട്ട് പോലും അവർക്കതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ സിസ്റ്റം പാരലൈസ്ഡ് ആയി പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. വെള്ളം ഇത്രമാത്രം നോക്കൂ, 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ എല്ലാ പുഴകളിലും നമ്മുടെ തോടുകളിലുമെല്ലാം ഇതിൻ്റെ കല്ലും മണ്ണും മരവും ഉൾപ്പെടെ അടിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ നമുക്കത് മാറ്റം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നദിക്കകത്ത് അതിൻ്റെ റിവർ ബെഡ് ഏകദേശം 2 മീറ്ററോളം റിവർ ബെഡ് ഉയർന്നിട്ടുണ്ട്. കാരണം ഈ 2018 പ്രളയത്തിൽ ഒഴുകി വന്ന മുഴുവൻ മാലിന്യങ്ങളല്ല, കല്ല്, മണ്ണ്, മരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ഹെവി ഡ്യൂട്ടി മെഷീനുകൾ വെച്ച് ചെയ്യേണ്ടതാണ്. മണ്ണടിഞ്ഞിട്ടുണ്ട്. ഈ മണ്ണ് അവിടെ നിന്ന് എടുത്താൽ അത് വിറ്റ് തന്നെ വലിയൊരു റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം പണം കണ്ടെത്തുന്നതിന് പോലും ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അതിന് നടപടി ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഒരു 1.5 വർഷം 2 വർഷം മുമ്പ് സർക്കാർ ചെയ്തത് ഇത് പഞ്ചായത്തുകളോട് പറഞ്ഞു, തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ഈ 2018 പ്രളയത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ മാലിന്യങ്ങളെല്ലാം ഡീസ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് ചെയ്യാൻ പറയാം. അത് പ്രായോഗികമല്ലല്ലോ. ശ്രീ രാജു പി നായർ, ഈ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ചില അപകട വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഈ മഴയത്ത് കൂടുതൽ ഈ മഴക്കാലം ആകുമ്പോൾ കൂടുതൽ അപകട വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ റോഡുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുഴി, അതിലെ വെള്ളക്കെട്ടുകൾ, അതുപോലെ തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ ശരിയായി ക്ലീൻ ചെയ്യാത്തത് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഈ ജലാശയങ്ങളിൽ വീണിട്ടുള്ള അപകടങ്ങളൊക്കെ. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന വിവരമാണ് കോയിപ്പുറം നെല്ലിക്കലിൽ പമ്പയാറിനോട് ചേർന്ന പുഞ്ചക്കണ്ടത്തിൽ 2 യുവാക്കൾ വീണ് അവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളത്. നാലിക്കൽ സ്വദേശി മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഒരാൾ കൂടി അപകടത്തിൽപ്പെട്ടതായി സൂചനയുണ്ട്. അഗ്നിരക്ഷാസേന അവിടെ എത്തി തിരച്ചിൽ തുടരുകയാണ്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, എപ്പോഴാണ് ഈ ചെറുപ്പക്കാർ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് അവരവിടെ എത്തിയത്? ഒരാൾ കൂടി ഈ 3 പേരുണ്ടായിരുന്നു സംഘത്തിൽ എന്നാണോ ലഭിക്കുന്ന സൂചന? എന്താണ് അഗ്നിരക്ഷാ ശമന സേന നടത്തുന്ന തിരച്ചിലിന്റെ വിവരങ്ങൾ? അതായത് വിജയകുമാർ, ഈ കോയിപ്പുറം നെല്ലിക്കൽ ഭാഗത്ത് പമ്പയാറിനോട് ചേർന്ന പുഞ്ചക്കണ്ടത്തിലാണ് ഇത്തരത്തിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ട് ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. നാലിക്കൽ സ്വദേശി മിഥുൻ, ഒപ്പം തന്നെ കിടങ്ങൂർ സ്വദേശി രാഹുൽ, അങ്ങനെ 2 പേരാണ് ഇപ്പോൾ മരിച്ചു എന്ന് ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നു. മറ്റൊരാൾ കൂടി ഒഴുക്കിൽപ്പെട്ടു ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീണു എന്ന നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് നിലവിൽ ഫയർഫോഴ്സ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ ഇങ്ങനെ ചില ആളുകളൊക്കെ രക്ഷിച്ചു എന്നൊരു വിവരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ നിലവിൽ ഫയർഫോഴ്സ് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. എന്തായാലും ഈ മഴയുമായി ബന്ധപ്പെട്ട് ഈ തിരുവല്ല മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ ജലനിരപ്പ് നദികളിലും പമ്പാ നദിയിലും അച്ചൻകോവിലാറിലൊക്കെ ഉയർന്നിരുന്നു. ഇത് സ്വാഭാവികമായി ഇതിന് സമീപത്തുള്ള ഇത്തരത്തിലുള്ള പുഞ്ചക്കണ്ടങ്ങളിലേക്കും ജലം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ എത്തിയ യുവാക്കൾ എങ്ങനെയാണ് വെള്ളത്തിലേക്ക് വീണെന്നൊന്നും വ്യക്തമില്ല. കാരണം ഉള്ളോട്ടുള്ള ഈ ജനവാസ മേഖലയിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളോട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ തന്നെ പിന്നീടായിരിക്കും ഒരു വ്യക്തത എന്തായാലും വരിക. നിലവിൽ 2 പേരുടെ മരണം ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്. മുങ്ങിമരണം തന്നെയെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഒരാൾക്ക് കൂടി വേണ്ടിയുള്ള തിരച്ചിൽ ഫയർഫോഴ്സ് നിലവിൽ തുടരുകയാണ്. ഇത് ഈ 3 പേരുണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ ജയശങ്കർ?
അതായത് ഫയർഫോഴ്സ് നിലവിൽ പറയുന്നതനുസരിച്ച് രണ്ടുപേരുടെ മൃതശരീരങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മരണം ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഒരാൾ കൂടി ഉണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നത്. രാത്രി സമയമാണ്, വെളിച്ചത്തിന് ഉൾപ്പെടെ പ്രതിസന്ധിയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യമാണ് ഫയർഫോഴ്സ് അവിടെ നടത്തുന്നത്. നിലവിൽ ഈ ഫയർഫോഴ്സിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരാൾ കൂടി ഉണ്ട് എന്ന് പറയാനാവുക. രണ്ടുപേർ മരിച്ചു എന്നത് ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ഔദ്യോഗികമായി ആശുപത്രിയിലൊക്കെ നടത്തേണ്ട സ്ഥിരീകരണമാണ്. പക്ഷെ അവർ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരാണ്, അവർ ഇത്തരം സാഹചര്യങ്ങൾ നേരിട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് ഒരു സ്ഥിരീകരണം പ്രാഥമികമായി ഫയർഫോഴ്സ് രണ്ടുപേരുടെ മരണം സ്ഥിരീകരിക്കുന്നവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ടെന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരുന്നുണ്ട്. കാരണം ഈ അപകടം നടക്കുമ്പോൾ ചുറ്റുവട്ടത്ത് മറ്റു ആളുകളോ ജനസാന്നിധ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ അവിടെ വന്നു, എത്ര ആളുകൾ വെള്ളത്തിലിറങ്ങി, ഇങ്ങനെ അപകടത്തിൽ പറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അവ്യക്തത നിൽക്കുന്നുണ്ട്. കുറച്ചധികം ഉള്ളോട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ രാത്രി സമയമാണ്. അതൊക്കെ തന്നെ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. എന്നാൽ കൂടി നിലവിൽ ഈ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് പരിശോധന നിലവിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. ജയശങ്കർ, ഈ സാധാരണ നിലയിൽ ഈ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാറുള്ളതാണോ? ഈ കനത്ത മഴയിൽ സാധാരണ നിലയിൽ അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലയാണോ? അതായത് ഈ പാടശേഖരങ്ങളിലും മറ്റും മഴക്കാലത്ത് വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. വെള്ളത്തിന്റെ അളവ് സ്വാഭാവികമായും വർദ്ധിക്കുന്നതാണ്. ഇപ്പൊ ഈ മരണപ്പെട്ട ആളുകളൊക്കെ തന്നെ നാട്ടുകാരും അവിടുത്തെ ഒരു ടെറൈന്റെ പ്രത്യേകതയൊക്കെ അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഏത് ഘട്ടത്തിൽ ഇവർ വെള്ളത്തിൽ വീണു, അവർക്ക് തിരിച്ചു കയറാനായില്ലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പമ്പാ നദി ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ചെറിയ തോതിലെങ്കിൽ കരകഴിഞ്ഞ് ഇത്തരം വെള്ളം പാടശേഖരങ്ങളിലേക്കും മറ്റും വരുന്ന ഒരു സാഹചര്യം ഈ ആറന്മുളയിലും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭീകരമായ രീതിയിൽ നദികൾ കര കവിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായും എല്ലാ വർഷങ്ങളിലും ഈ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന പോലെ വെള്ളത്തിന്റെ ഒരു ഓവർഫ്ലോ നദിയിൽ നിന്ന് മറ്റു പാടശേഖരങ്ങളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഈ പുഞ്ചക്കെട്ടിൽ ഇത്തരത്തിൽ ജലത്തിന്റെ അളവ് താരതമ്യേന ഉയർന്ന തോതിലായിരുന്നു. അങ്ങനെയാണ് ഈ ആളുകൾ, ഈ എത്തിയ യുവാക്കൾ അതിലേക്ക് വീഴുകയും പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട് പിന്നെ കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞാണ് ഇത്തരത്തിൽ തെരച്ചിൽ ഉൾപ്പെടെ ആരംഭിക്കാനായത്, ഇല്ലെങ്കിൽ ഫയർഫോഴ്സിന് ഉൾപ്പെടെ എത്തിപ്പെടാനായതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരാൾക്ക് വേണ്ടിയുള്ള പരിശോധന തിരച്ചിൽ അത് നിലവിൽ ഈ രാത്രിയിലും തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ജയശങ്കർ, ഏതായാലും ഈ തെരച്ചിലിന്റെ അപ്ഡേറ്റുകൾ തരൂ. പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിലാണ് പമ്പയാറിനോട് ചേർന്ന പുഞ്ചക്കണ്ടത്തിൽ വീണ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. നല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഒരാൾ കൂടി അപകടത്തിൽപ്പെട്ടതായിട്ടാണ് സൂചനകൾ വരുന്നത്. അഗ്നിരക്ഷാസേന അവിടെ ഊർജിതമായി തിരച്ചിൽ നടത്തുകയാണ്. നാട്ടുകാർ അവിടെ സമീപ പ്രദേശത്തുണ്ട്. പ്രദേശവാസികൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ട 2 യുവാക്കളും. അവരെന്തിനാണ് അവിടെ വന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവർക്ക് ആ ടെറൈൻ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ പാടശേഖരങ്ങളിൽ പുഞ്ചക്കണ്ടത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെയും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ ഈ ചെറുപ്പക്കാർ എന്തിനാണ് എത്തിയതെന്ന കാര്യം വ്യക്തമല്ല. അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം വന്നിട്ടില്ല. ഏതായാലും അഗ്നിരക്ഷാ സേന ഇപ്പോഴും അവിടെ ഊർജിതമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരാൾ കൂടി ഇക്കാര്യത്തിൽ മിസ്സിംഗ് ആണ്. ഈ 3 പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. AB ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കനത്ത മഴയിൽ സ്കൂളിന്റെ മതിലിടിഞ്ഞു എന്നൊരു വാർത്ത കൂടി. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഈ സംഭവം. മംഗലം ഗാന്ധി സ്മാരക UP സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ചാരുമതിൽ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അതിൻ്റെ അരികുമതിൽ ഇടിഞ്ഞു വീണതാണ്. ഭാഗ്യം ഇന്ന് ക്ലാസ്സുകളില്ല. UP സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇത് ഈ മഴയത്ത് ഇടിഞ്ഞു വീണതാണോ? നാട്ടുകാർ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? ശ്രീജിത്ത്, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? GK, ഈ ചുറ്റുമതിലും അതുപോലെ തന്നെ ആ പ്രദേശവും തീർത്തും ശോചനീയമായി കിടക്കുകയാണ്. കാട് മൂടിയാണ് ആ പ്രദേശം പൂർണ്ണമായി കിടക്കുന്നത്. ഗാന്ധി സ്മാരക സ്കൂൾ മംഗലം, അതാണ് ആ സ്കൂളിന്റെ പേര്. UP സ്കൂളാണ്, കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ്. ആ മേഖലയിലാണ് ഇത്തരം ശോചനീയ അവസ്ഥയിൽ ആ സ്കൂളിന്റെ ഒരു ഭാഗം കിടക്കുന്നത്. ആ മേഖലയിൽ ഇന്നലെ രാത്രിയും ഇന്നും ഉച്ചയോട് വരെയും ശക്തമായ മഴ തന്നെയായിരുന്നു. ആ മഴയത്ത് തന്നെയാണ് ഇത്തരത്തിൽ മതിൽ ഇടിഞ്ഞു വീണ് പുറത്തേക്ക് വീണിരിക്കുന്നത്. മതിലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. കാര്യമായ രീതിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഉണ്ടെങ്കിലും ഈ മേഖലയിലേക്ക് കുട്ടികൾ വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. പ്രശ്നം ഈ പറയുന്നത് പോലെ ചുറ്റും കാട് മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തായാലും ഈ മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും വളരെ ഗുരുതരമായ
ഒരു പ്രശ്നം തന്നെയാണ് നടന്നിരിക്കുന്നത് നാട്ടുകാർ പറയുന്നുണ്ട്. ഇത്തരം ശോചനീയാവസ്ഥയിൽ ഉള്ള ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്തായാലും ഇന്ന് നേരത്തെ GK സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂൾ ഉണ്ടായിരുന്നില്ല, ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും കാര്യമായ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആശ്വാസകരമാണ്. എന്തായാലും സ്കൂളിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി അത് നന്നാക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എങ്ങനെ പുല്ലുമൂടി കാടുമൂടി കിടക്കുന്ന ഒരു സ്കൂള് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഈ മതിലും ശോചനീയാവസ്ഥയിലായിട്ടുള്ളത്. ആർക്കും പരിക്കില്ല, മതിലൊരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. പക്ഷേ സ്കൂളാണ്, കുട്ടികൾ പഠിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി, ശ്രീ ശിവകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഈ മഴക്കാലത്ത് വലിയ നാശനഷ്ടങ്ങൾ അനുഭവിച്ച് ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കാൻ പോകുന്നത്? റോഡ് മുഴുവൻ കുഴിയായി മാറിയിരിക്കുന്നു, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, അപകടകരമായ യാത്ര നടത്തേണ്ടി വരുന്നതിൻ്റെ ക്ലേശം അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടും? അവർക്ക് സഹായധനം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മഴ റിപ്പോർട്ടുകൾ, മഴ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ, അതോടൊപ്പം മഴയുടെ തൽസ്ഥിതി റിപ്പോർട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. വിവിധ ഇടങ്ങളിൽ ഈ കനത്ത കാറ്റിലും മഴയിലും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കാഴ്ചകൾ ആണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇടുക്കിയിൽ നിന്ന് ലാൽകൃഷ്ണ, ഞങ്ങളുടെ പ്രതിനിധി, നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലാൽകൃഷ്ണ, ഇടുക്കിയിൽ ഈ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഖനനം അതുപോലെ തന്നെ തോട്ടം മേഖലയിലൊക്കെ ഇപ്പോഴും ജോലികൾക്ക് നിരോധനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കാര്യമായ നാശനഷ്ടങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത് ഇടുക്കിയിൽ? അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എന്താണ് ഇടുക്കിയിൽ? ഗോപികൃഷ്ണൻ ആദ്യം പറഞ്ഞ പോലെ മലയോര മേഖലയാണ് ഇത് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രത്യേകിച്ച് മൂന്നാർ അടക്കമുള്ള മലയോര മേഖല പ്രദേശങ്ങളിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. 2018 പ്രളയ സമയത്ത് മണ്ണിടിഞ്ഞ അതേ മേഖലയിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ട് മണ്ണിടിഞ്ഞത്. ഇന്ന് പുലർച്ചെ വീണ്ടും അവിടെ മണ്ണിടിക്കുകയും ഒരാളുടെ മരണത്തിന് വരെ കാരണമാവുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ അടിമാലി കല്ലാറിൽ ഒരു മരം വീടിന് മുകളിലേക്ക് വീണ് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാത്ത സാഹചര്യമുണ്ടായി. ഉടുമ്പൻചോലയിലും സമാനമായ രീതിയിലാണ് 2 വീടുകളുടെ മുകളിലേക്കാണ് മരം തകർന്നു വീണത്. വീടുകൾ പൂർണ്ണമായും തകരുകയും വീട്ടിലുണ്ടായിരുന്നവർ വലിയ ശബ്ദം കേട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് അവരുടെ ജീവനും രക്ഷപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി. മലയോര മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഖലയിൽ കനത്ത കാറ്റും മഴയും ഉണ്ടാകുന്ന സമയത്ത് ഈ വെള്ളം പൂർണ്ണമായും താഴേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഏകദേശം 1-2 ദിവസം എടുക്കുമെന്നുള്ളതാണ്. ഒഴുകിയെത്തുന്ന വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കോതമംഗലം, തൊടുപുഴ പോലുള്ള മേഖലകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. കോതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടമ്പുഴ അടക്കമുള്ള മലയോര മേഖലയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ, താഴ്വാരം, അടിവാരം എന്നല്ല എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയാൽ അവർക്ക് പുഴ മുറിച്ചു കടക്കുന്നതിന് പോലും സാധിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളും മറ്റുമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. മണികണ്ഠൻ ചാലെല്ലാം എല്ലാ മഴക്കാലത്തും മുങ്ങുന്ന സ്ഥിതിയുണ്ട്. അവരെ പഞ്ചായത്ത് അധികൃതർ തോണിയിൽ അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാലം എന്ന ആവശ്യം അവിടെ നിരന്തരമായി ഉയരുന്നുണ്ട്. അവിടെ അതിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കല്ലാറിലും സമാനമായ സാഹചര്യമാണ്. അടിമാലിയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇന്നലെ പെയ്ത മഴയിൽ തന്നെ വെള്ളക്കെട്ടിലായിരുന്നു. ഇന്ന് കാര്യമായ മഴ പെയ്യാത്തതുകൊണ്ട് ആ പ്രദേശത്തെ വെള്ളമെല്ലാം താഴ്ന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ വീണ്ടും ഒരു മഴ ശക്തമാവുകയാണെങ്കിൽ പൂർണ്ണമായും വെള്ളത്തിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് മാറും. സാധാരണഗതിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഈ പല പ്രദേശങ്ങളിലും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി അണക്കെട്ടിലടക്കം ബ്ലൂ അലേർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള വെള്ളം ഇപ്പോഴും ഒഴുകി താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഇനിയും അണക്കെട്ടുകളിൽ പോലും ഉയരാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും പല പ്രദേശങ്ങളും ഡാമുകളുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഖലകളിലെല്ലാം ജലനിരപ്പ് ഉയരാനും ഉള്ള സാധ്യതയുണ്ട്. എല്ലാ ഡാമുകളും തുറന്ന അവസ്ഥയിൽ തന്നെയാണ് ഏകദേശം ഇടുക്കിയിലുള്ളത്. പ്രധാനപ്പെട്ട ഡാമുകളല്ല, ചെറിയ ഡാമുകളെല്ലാം തന്നെ ഏറെക്കുറെ തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതിനിടയിൽ പല പാലങ്ങളും, ചെറിയ ചപ്പാത്ത് പാലങ്ങളെല്ലാം തന്നെ വെള്ളം പൂർണ്ണമായി മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകരുത് എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും അവഗണിച്ച് അതിലെ വണ്ടികൾ കടത്തിക്കൊണ്ട് പോവുകയും ആ വാഹനത്തിലുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പനംകുട്ടിയിലും ഇതേപോലെ തന്നെ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. പനംകുട്ടിയിലെ ചപ്പാത്തിലൂടെ കടന്നുപോയ വാഹനമാണ് ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് ഇരുചക്ര വാഹനം പോയത്. ആ യുവാവിനെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. അതായത് ഖനനത്തിന്, അഡ്വഞ്ചർ ടൂറിസത്തിന്, ഇത്തരത്തിൽ പുഴ മുറിച്ച് കടക്കുന്നതിനടക്കമുള്ള നിയന്ത്രണങ്ങൾ നിരോധനമായി തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഖനനമടക്കമുള്ള ഒരു നടപടികളും പാടില്ല എന്നൊരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പരിസ്ഥിതി ലോല മേഖലയാണ് പലയിടങ്ങളിലും. താഴ്വരകളിലടക്കം മണ്ണിടിയാനുള്ള സാധ്യതയും ചെറുതല്ല. ശരി, ഇടുക്കിയിലും അതുപോലെയുള്ള മലയോര മേഖലകളിലും പ്രത്യേകം കരുതൽ ആവശ്യമാണ്. ശ്രീ രാജു പി നായർ,
പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ജനങ്ങളടുത്തേക്ക് സഹായം എത്തണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. നേരത്തെ ശ്രീ വി എസ് സുനിൽകുമാർ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ആദ്യം ചെയ്യാൻ കഴിയുന്നത് അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുക, അവർക്ക് വേണ്ട അടിയന്തര സഹായം എത്തിക്കുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് പെട്ടെന്ന് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ എങ്ങനെയാണ് സർക്കാർ ഇടപെടേണ്ടത് താങ്കളുടെ അഭിപ്രായത്തിൽ? ഞാൻ വരാം. ശ്രീ വി എസ് സുനിൽകുമാർ, താങ്കൾ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകർ നിൽക്കുന്ന ഇടം, ഇപ്പോൾ ചെല്ലാനം, എടവനക്കാട്, അവരുടെ വീടൊക്കെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ നഗരപ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയും ഈ സാധന സാമഗ്രികളൊക്കെ നശിക്കുന്ന സാഹചര്യം. എന്താണ് ഒരു അടിയന്തര സഹായം എന്ന നിലയിൽ അവർ ആരെയാണ് സമീപിക്കേണ്ടത്? അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? അല്ല, പ്രധാനമായിട്ടും അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാർ, തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തുമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതെന്ന വ്യക്തമായ ഉത്തരവ് നിലവിലുണ്ട്. അത് പ്രകാരം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രകാരമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രദേശത്ത് ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വീടുകളിലോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് അലർട്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് അതാത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ ഏത് പാർട്ടിയുടെ ആണെങ്കിലും അവിടെ വാർഡ് മെമ്പർമാരെല്ലാം വളരെ ആക്റ്റീവായി നിൽക്കുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് അത്തരം ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മെമ്പർമാരും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അവിടെയുള്ള വില്ലേജ് ഓഫീസുകളും മറ്റും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അടിയന്തരമായി തേടുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ള മാർഗം. അത് ഇന്നത്തെ കാലത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും ശരി, കുറവുകൾ പറഞ്ഞാലും ശരി, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം എന്ന് പറയുന്നത് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് നിരവധി വിമർശനങ്ങളൊക്കെ പറയാൻ കണ്ടേക്കാം, രാഷ്ട്രീയമായ വിമർശനം ഉണ്ടാകാം, ചിലപ്പോൾ പ്രായോഗികമായ തലത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ആപേക്ഷികമായി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ വളരെ ശക്തമാണ് എന്ന കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ 2018 മുതലുള്ള എക്സ്പീരിയൻസിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ നമ്മളത് വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. മറ്റൊരു കാര്യം, ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞ ഒരു കാര്യത്തിൽ, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ താരതമ്യേന മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച നിലയിൽ അവിടെ ദുരിതാശ്വാസത്തിന് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ പ്രവർത്തനം നടക്കുകയാണ്. അവിടെയുള്ള തദ്ദേശവാസികളെല്ലാം തന്നെ സിംഹഭാഗം ആളുകളും പൂർണ്ണ സംതൃപ്തരാണെന്നുള്ളത് ഒരു പത്രം നടത്തിയിട്ടുള്ള സർവേയിൽ പറയുന്നുണ്ട്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിടുന്ന ഒഴിച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ നല്ല നിലയിലുള്ള ഇടപെടൽ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം. എന്നാൽ ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. റൂം ഫോർ റിവർ എന്നൊരു പദ്ധതിയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തൃശ്ശൂർ ടൗണിൽ നിരന്തരം ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി അന്ന് ഞാൻ മന്ത്രിയായ സമയത്താണ് തൃശ്ശൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു റൂം ഫോർ റിവർ പ്രോജക്റ്റ്. അതായത് തൃശ്ശൂരിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴിച്ചു പോകുന്ന വെള്ളം കടന്നു പോകുന്ന കോൾ മേഖലയിലെ കടന്നു പോകുന്ന തോടുകൾ മുഴുവൻ പ്രധാനപ്പെട്ട കനാലുകളും തോടുകളും ഇത് ഒറിജിനൽ 1957 ഒറിജിനൽ ബെഡ് ലെവലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഡീസിൽറ്റിംഗ് നടത്തിയതിന് ശേഷം, ആ ഡീസിൽറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് ഞങ്ങളത് നടപ്പാക്കിയത്. അതൊരു പക്ഷേ ഈ കോൾമേയിൽ നടത്തിയ പ്രവർത്തനം എത്ര ആൾക്ക് അറിയുമെന്ന് എനിക്കല്ല. പക്ഷേ അത് നടത്തിയതിന് ശേഷം കഴിഞ്ഞ 3 കൊല്ലമായി കഴിഞ്ഞ മുൻകാലങ്ങളെ പോലെയുള്ള വെള്ളപ്പൊക്കം ഇപ്പോഴും അവിടെ വരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു അനുഭവമാണ്. എന്നാൽ അതേ സമയത്ത് വെള്ളം ഒലിച്ചു പോകുന്ന കടലിലേക്ക് ഒഴുകിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററുകളെ മെക്കനൈസ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് ആരംഭിച്ച പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വിമർശനവും ഞാൻ സ്വയം വിമർശനപരമായിട്ട് ഏറ്റെടുക്കും. അതും കൂടെ കൃത്യമായ രീതിയിൽ അത് നടപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ, അതിന് ശേഷം നടപ്പാക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ വെള്ളം കൃത്യമായി റെഗുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം കേരളത്തിൻ്റെ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട നദികളിലും ഉപനദികളിലും അതുപോലെയുള്ള പ്രധാനപ്പെട്ട കൈത്തോടുകളിലും കാനകളിലും അടക്കം വന്നുകൂടിയിരിക്കുന്ന ഏക്കലും മണ്ണും വന്ന് അടിഞ്ഞിരിക്കുന്നത് എടുത്തു മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും പിന്നീട് നമുക്ക് പൂർണ്ണമായ തോതിൽ ആരംഭിക്കാനോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സ്ഥലത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 3400-ലധികം മില്ലിമീറ്ററിലധികം മഴ കിട്ടുന്ന നമ്മുടെ കേരളത്തിൻ്റെ പ്രദേശങ്ങളിലെ ഈ ജലത്തിൻ്റെ ഗമന നിർഗമന സംവിധാനങ്ങൾ, അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ്, റൂം ഫോർ റിവർ എന്നൊരു പദ്ധതിയുടെ ഭാഗമായി അത് കൃത്യമായ രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയമായ ആസൂത്രണം അത് തദ്ദേശ സ്ഥാപനങ്ങളും
ഗവൺമെൻറ്റുകളും സംയുക്തമായ രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ കൊച്ചിയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും മറ്റേത് പട്ടണങ്ങളാണെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാനും ഇത് നമുക്ക് ഈ മഴയും മറ്റു കാര്യങ്ങളും നമുക്കൊരു അനുഗ്രഹമാക്കി മാറ്റാനും കഴിയും. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് മഴ എന്ന് പറയുന്നത് ഒരു ശാപമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞാൽ വലിയ വരൾച്ചയും നേരിടുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ നീരൊഴുക്കുമായി ബന്ധപ്പെട്ട് മഴ പെയ്യുന്ന പെയ്ത്ത് വെള്ളമാണെങ്കിലും നമ്മുടെ വെള്ളമാണെങ്കിലും അത് മാനേജ് ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിനകത്തുള്ള മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ കനാലുകളും തോടുകളും ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? അത് തദ്ദേശ സ്ഥാപനങ്ങളാണോ? അതല്ല ഇറിഗേഷൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആ തോടുകളെ മാനേജ് ചെയ്യുന്ന ആരാണ്? ആ തോട് അതുപോലെ നമ്മുടെ ജലസംഭരണം എന്ന് പറയുന്ന പാടങ്ങളും പിന്നെ നമ്മുടെ പിന്നെ കുളങ്ങളും വർഷക്കാലം വരുമ്പോൾ അവിടെ വെള്ളം ശേഖരിക്കാനാവുന്ന രീതിയിലേക്ക് അതിനെ പുനർനിർമ്മിച്ചു കൊടുക്കുന്ന നിരന്തരമായ സംവിധാനങ്ങളുടെ അഭാവം. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും ഈ ഇറിഗേഷൻ പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മൈനർ ഇറിഗേഷൻ ആണെങ്കിലും മേജർ ഇറിഗേഷൻ ആണെങ്കിലും മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിലെല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു കുറവ് ആസൂത്രണം ഉണ്ടെങ്കിൽ പോലും ഇവിടെ രാജു പി നായർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അതിൻ്റെ ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന കാര്യം അത് നമുക്ക് പരിഹരിക്കണം. ശ്രീ വി എസ് സുനിൽകുമാർ, അതൊക്കെ പരിഹരിക്കേണ്ട ഒരു സമയമായല്ലോ. ഇപ്പോൾ ഏത് സർക്കാരാണെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ ഈ കോർഡിനേഷന്റെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയമാണ്. അത് പരിഹരിക്കേണ്ട സമയമാണ്. ഞാൻ ഒരു മിനിറ്റ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേള ശേഷം ശ്രീ രാജു പി നായർ, ഈ നഷ്ടപരിഹാര തുക കിട്ടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടാകാൻ സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് താങ്കളുടെ അഭിപ്രായത്തിൽ? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിന് ഞാൻ ഇന്ന് നമ്മൾ നിലവിലുള്ള കാര്യങ്ങൾ, കാരണം ഇതെല്ലാം നമുക്ക് കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കൊടുക്കേണ്ട തുക 3 ഘട്ടങ്ങളിലായിട്ട് അത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വയനാടിനെ സംബന്ധിച്ച് ചർച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞിരുന്ന ഒരു ന്യായം BJP ഉന്നയിച്ചത് ന്യായം അതാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ട് സംസ്ഥാനത്ത് മുഴുവൻ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതിന് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമുണ്ട്, പണമായിട്ടും അതല്ലാതെ ഇതിൻ്റെ പ്രൊസീജിയറിൽ കുറേ കൂടി സ്പീഡപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ പറയും എല്ലാത്തിനും ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ മേലേക്ക് പോയി ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറിയല്ലോ. നമ്മളിപ്പോൾ ഇന്ന് കുറേ കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നൊരു സമയത്ത് കുറേ കൂടി അധികാരങ്ങൾ വില്ലേജ് ഓഫീസർമാർക്കും തഹസിൽദാർമാർക്കും നൽകിക്കൊണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ റീവാമ്പ് ആവശ്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ സുനിൽകുമാറോട് പറഞ്ഞു, ഞാൻ കുറേ കാര്യം കേട്ടില്ല, പക്ഷെ എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പോസിറ്റീവായിട്ട് പറയുകയാണ്. അദ്ദേഹം വാട്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. 2 വർഷം മുമ്പ് ഇവിടെ കേരളത്തിൽ അന്ന് ഈ നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ജല ബജറ്റ് തയ്യാറാക്കിയിരുന്നു. അത് കേരളത്തിൽ നിന്ന് 15 ബ്ലോക്ക് പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജല ബജറ്റ് തയ്യാറാക്കിയത്. ഞാനന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഒരു മിഷൻ ഫ്രീ ഫ്ലോ എന്നുള്ള പേരിൽ ഞങ്ങളൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഏകദേശം അതേ ലൈനിലായിരുന്നു ഇത്. അതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ മഴയുടെ ഒരു ജലത്തിൻ്റെ ഒരു ബജറ്റ്, നമുക്ക് എത്ര മഴയിലൂടെ ഏത് സോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നു, നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു, അതിൽ ഗ്യാപ്പ് വളരെ വലുതായിരുന്നു. ഇപ്പോൾ അവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മഴക്കാലത്ത് ഈ വെള്ളം മുഴുവൻ നമുക്ക് ശാപമായി മാറുകയാണ്. പക്ഷേ അത് കഴിയുമ്പോൾ വരൾച്ചയുടെ സമയത്ത് നമ്മൾ കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന വെള്ളം വെറുതെ ഒലിച്ചു പോകാതെ നമുക്ക് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്ലാനിങ്ങും അതിനുവേണ്ട വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആവശ്യമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു നല്ല ഐഡിയ ആയിരുന്നു. ആ നല്ല ഐഡിയ ആ ഒരു ജല ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി അത് നിന്നുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇന്ന് നമ്മുടെ ഒരു ടെറൈൻ അനുസരിച്ച് ആ ടെറൈന് വേണ്ട രീതിയിൽ വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി ചെക്ക് ഡാമുകളായിട്ടും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഈ മഴവെള്ളം ഒലിച്ചു പോകാത്ത രീതിയിലേക്ക് നമുക്കതിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ജലം സർപ്ലസ് ആയ ഒരു നാടായിട്ട് കേരളം മാറും. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല, അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ അത് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഡാറ്റ കളക്ഷനും ഒരു പ്രോജക്റ്റിനുള്ള ഒരു ബേസിക് ഡാറ്റ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കൃത്യമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച്
നമ്മുടെ ജലത്തിൻ്റെ ഒഴുകുന്ന സോഴ്സുകൾ എവിടെയൊക്കെയാണ് അത് മുറിഞ്ഞു പോയിട്ടുള്ളത്, അതിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ നഗരവൽക്കരണത്തിൻ്റെ കയ്യേറ്റങ്ങളും എല്ലാം കൊണ്ട് ഒട്ടേറെ സ്ഥലങ്ങൾ ഈ തോടുകൾ ഉൾപ്പെടെ നാച്ചുറൽ സോഴ്സസ് എല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതിനൊരു കണ്ടിന്യൂവേഷനിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ പൊതുസ്ഥലങ്ങളിലൂടെ നമ്മൾ ഈ പറയുന്ന പോലെ ഇനി കയ്യേറ്റം ഒഴിപ്പിച്ച് നമ്മൾ ഇതൊക്കെ പൂർത്തിയാക്കാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു 30 വർഷം ശരിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മികച്ച ആസൂത്രണം, തയ്യാറെടുപ്പുകൾ, അതോടൊപ്പം തന്നെ ദീർഘകാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനിങ്ങും നടപ്പാക്കലും അതിലേക്കൊക്കെ നമ്മൾ കടക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ മഴക്കാലത്ത് ദുരിതം അനുഭവിക്കുന്നവർ, ഈ മഴക്കാലത്ത് വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട്, ഈ മഴക്കാലത്ത് ഉപജീവനത്തിന്റെ മാർഗമടഞ്ഞ സാധാരണക്കാരായ ജനങ്ങൾക്ക് അടിയന്തരമായി അവരിലേക്ക് സഹായം എത്തിക്കാൻ, അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യങ്ങളിൽ വീഴ്ച കൂടാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയണം. കൂടുതൽ ധനസഹായം വേണമെന്ന ആവശ്യം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുഭാവപൂർണമായ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.